ഹലോ ഗായ്സ്, വെൽക്കം ടു 12th മാൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫുട്ബോളിൽ റെഡ് ഡെവിൾ എന്ന് വിളിപ്പേരുള്ള ടീമുകളെ കുറിച്ചാണ്. അതായത് മലയാളത്തിൽ ചുവന്ന ചെകുത്താന്മാർ എന്ന് ഫുട്ബോളിൽ അറിയപ്പെടുന്ന ടീമുകളെ പറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ 15 ടീമുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനും കൂടുതൽ ടീമുകളുണ്ട്. നമുക്കറിയാം, റെഡ് ഡെവിൾ എന്ന് പറയുന്നത് ഫുട്ബോളിൽ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു നിക് നെയിമാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക് ആയിട്ടുള്ള ടീമുകളുണ്ട്. അപ്പോൾ അവരെല്ലാം പറ്റി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അവരുടെ ഹിസ്റ്ററിയൊക്കെ പറ്റി. 15ാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ക്രോളി ടൗൺ ആണ്. സദേൺ ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്നൊരു ടീമാണ്. 1896 രൂപപ്പെട്ടൊരു ക്ലബ്ബാണ്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് 3rd ഡിവിഷൻ ഫുട്ബോൾ തന്നെയാണ്. ഇവരുടെ 2nd ഡിവിഷൻ ഫുട്ബോളിൽ പോലും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രധാന ടൈമുകളിലൊക്കെ തന്നെ 3rd ഡിവിഷനിലും 4th ഡിവിഷനിലൊക്കെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ പ്രധാന റൈവൽസ് എന്ന് പറയുന്നത് AFC വിംബിൾഡൺ ആണ്. 14ാം സ്ഥാനത്ത് വരുന്നത് തുർക്കിയിൽ മെർസിൻ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എനി മെർസിൻ ഇദ്മന്യൂർദു ആണ്. ഇവർ നിലവിൽ തുർക്കിയിൽ 3ാം ഡിവിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 2nd ഡിവിഷനിൽ കളിച്ചിട്ടുള്ളതാണ്. 1964 രൂപപ്പെട്ടൊരു ക്ലബ്ബാണ്. ഇവരുടെ സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പിന്റെ പേരും റെഡ് ഡെവിൾസ് എന്ന് തന്നെയാണ്. ഈ ഒരു സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പ് മെർസിൻ സിറ്റിയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ ഒരു പേര് ഈ ഒരു ക്ലബിന് ഇടാൻ കാരണം ഇൻസ്പയർ ആയിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നിക് നെയിമിൽ നിന്നാണ്. ഇവരുടെ റൈവൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ 1st ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അദന ദെമിസ്പൂർ ആണ്. അപ്പോൾ ഇവരുടെ പേരിലെ എനി എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂ എന്നാണ്, അതായത് പുതിയത് എന്നാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തുർക്കിയിൽ ഒരുപാട് ക്ലബ്ബുകൾക്ക് നമ്മൾ കാണുന്ന ഒരു പേരാണ് എനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല റീസൺസ് ഉണ്ട്. ഒരു റീസൺ എന്ന് പറയുന്നത് ഫാൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റൈല് പോലെ പല ടീമുകളും യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ തുർക്കിയിൽ ഒരുപാട് ക്ലബ്ബുകൾ ഡിസോൾവ് ആയി പോയിട്ടുണ്ട്. ബാങ്ക്രപ്സി കാരണവും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഡിസോൾവ് ആയിട്ട് ഒരുപാട് ക്ലബ്ബുകൾ തുർക്കിയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റിയിൽ പുതിയൊരു ക്ലബിനെ രൂപപ്പെടുത്തുമ്പോൾ പഴയ ക്ലബിൻ്റെ പേര് അതിന് മുമ്പിൽ എനി എന്നും കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് തുർക്കിയിൽ നമ്മൾ ഒരുപാട് ക്ലബ്ബുകൾ പേരിന് മുമ്പിൽ എനി എന്ന് കാണുന്നത്. മെർസിൻ ഇദ്മന്യൂർദു ആണെങ്കിലും ഡിസോൾവ് ആയില്ലെങ്കിലും ബാങ്ക്രപ്സി ഫേസ് ചെയ്തിട്ടുള്ള ടീമാണ്. 2022 വരെ അവരുടെ ടീമിന്റെ പേര് എന്ന് പറയുന്നത് മെർസിൻ ഇദ്മന്യൂർദു എന്ന് മാത്രമായിരുന്നു. 22 ശേഷമാണ് അവർ എനി എന്നുകൂടി ആ ഒരു പേരിന്റെ മുമ്പിൽ കൂട്ടിച്ചേർത്തത്. 13ാം സ്ഥാനത്ത് വരുന്നത് സെർബിയൻ ലീഗിൽ ഇപ്പോൾ കളിക്കുന്ന റാഡ്നിക് ക്രഗിയോവാറ്റ്സ് ആണ്. 1923 രൂപപ്പെട്ട ഒരു ടീമാണ്. 1969 സെർബിയൻ ജയൻസായിട്ടുള്ള പാർട്ടീസാണ് അവരെ ഗ്രൗണ്ടിൽ പോയിട്ട് 4-1 തോപ്പിച്ചിരുന്നു. അന്നത്തെ റാഡ്നിക്കിന്റെ എവേ സപ്പോർട്ടേഴ്സിനെ കണ്ടിട്ട് ഓൾഡ് ട്രാഫോർഡിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസായിട്ട് കമ്പയർ ചെയ്യുകയും അങ്ങനെ അവരുടെ ടീമിനും ഫാൻസിനും റെഡ് ഡെവിൾസ് എന്നുള്ളൊരു പേര് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് ബ്രസീലിയൻ ജയൻസ് ആയിട്ടുള്ള സാൻഡോസ് പാർട്ടിസാനായിട്ടൊരു ഫ്രണ്ട്ലി മത്സരം കളിക്കാനിരുന്നത്. പക്ഷേ റാഡ്നിക്കിന്റെ ഈ ഒരു ഫനാറ്റിക്കൽ സപ്പോർട്ടേഴ്സിനെ കണ്ടുകൊണ്ട് സാൻഡോസും അതുപോലെ തന്നെ ഇതിഹാസ പ്ലെയർ ആയിട്ടുള്ള പെലെയും ഇംപ്രസ് ആവുകയും അങ്ങനെ പാർട്ടിസാനെതിരെ ബെൽഗ്രേഡിൽ പോകുന്നതിന് പകരം റാഡ്നിക്കിനെതിരെ കളിക്കാൻ ക്രഗിയോവാറ്റ്സിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് സാൻഡോസ്. ഈ ഒരു ക്ലബിന്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ സീസണായിരുന്നു. അവർ ലീഗിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കോൺഫറൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടി. അതുപോലെ തന്നെ കപ്പ് കോമ്പറ്റീഷനിൽ അവർ സെമി ഫൈനൽ വരെ എത്തിയിരുന്നു. അപ്പോൾ കപ്പ് കോമ്പറ്റീഷനിലെയും ലീഗിലെയും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് രണ്ടും വന്നത് കഴിഞ്ഞ സീസണിലായിരുന്നു. അതുപോലെ തന്നെ നിലവിലത്തെ യുവന്റസ് പ്ലെയർ ആയിട്ടുള്ള ഫിലിപ്പ് കോസ്റ്റിച്ച് ക്രഗിയോവാറ്റ്സിന്റെ അക്കാഡമിയിൽ നിന്ന് വന്നൊരു പ്ലെയറാണ്. 12ാം സ്ഥാനത്ത് വരുന്നത് നാഷണൽ ടീമുകളുടെ ചുവന്ന ചെകുത്താന്മാരായിട്ടുള്ള ബെൽജിയമാണ്. 1906 അവർക്ക് റെഡ് ഡെവിൾസ് എന്നുള്ളൊരു പേര് വരുന്നത്. അവരുടെ ജേഴ്സി റെഡ് ആയതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പേര് വരാൻ കാരണം. അപ്പോൾ അവരുടെ ആകെ ഒരു നേട്ടം എന്ന് പറയുന്നത് 1920 അവരുടെ ഫസ്റ്റ് സമ്മർ ഒളിമ്പിക്സിൽ ചെക്കോസ്ലോവാക്കിയനെ തോൽപ്പിച്ചുകൊണ്ട് നേടിയ ഒരു ഗോൾഡ് മെഡലാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ നേട്ടങ്ങളൊന്നും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. 1980 അവർ യൂറോയിൽ ഫൈനലിൽ വരെ എത്തിയിരുന്നു. പക്ഷേ ജർമ്മനിയോട് തോൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അതാണ് അവരുടെ യൂറോയിലെ ബെസ്റ്റ് റൺ എന്ന് പറയുന്നത്. 2018 വേൾഡ് കപ്പിൽ അവർ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരുന്നു. അപ്പോൾ വേൾഡ് കപ്പിൽ അവരുടെ ബെസ്റ്റ് റണ്ണ് എന്ന് പറയുന്നത് അതാണ്. 11ാം സ്ഥാനത്ത് വരുന്ന ഓസ്ട്രിയൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാറ്റ്സ് റൈക്കാണ്. ഓസ്ട്രേലിയ സൗത്ത് ഈസ്റ്റിലെ ഗ്രാറ്റ്സ് എന്ന് പറയുന്ന ഒരു ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഗ്രാറ്റ്സ് റൈക്ക്. ഇവരുടെ തന്നെ ക്രോസ് ടൗൺ റൈവൽസ് ആണ് ഓസ്ട്രിയൻ ജയൻസ് ആയിട്ടുള്ള സ്റ്റെം ഗ്രാറ്റ്സ്. 1999 2004 വരെയുള്ള ഒരു 5 വർഷ കാലഘട്ടമാണ് ഇവരുടെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അവരൊരു ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗയും അതുപോലെ തന്നെ അവരുടെ ടോട്ടൽ 5 ഓസ്ട്രിയൻ ഡൊമസ്റ്റിക് കപ്പുകളിൽ 4 നേടിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ 2014 ആയപ്പോഴേക്കും ഓസ്ട്രിയൻ ലെവൽ പിരമിഡിൽ 7ാം ഡിവിഷൻ വരെ അവർ താഴ്ന്നപ്പെട്ടിരുന്നു. പിന്നെ 9 വർഷത്തിന് ശേഷം കഴിഞ്ഞ സീസണിൽ അവർ വീണ്ടും 1ാം ഡിവിഷനിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടത്. 10ാം സ്ഥാനത്ത് വരുന്നത് ആഫ്രിക്കയിലെ ചുവന്ന ചെകുത്താന്മാരായിട്ടുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. ഇവരുടെ ആകെ ഒരു നേട്ടം എന്ന് പറയുന്നത് 1972 മാലിയെ തോൽപ്പിച്ചുകൊണ്ട് നേടിയ ആഫ്കോൺ ആണ്. ഇതുവരെയായിട്ടും വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ നേടാൻ കഴിയാത്തൊരു ടീം കൂടിയാണ്. 9ാം സ്ഥാനത്ത് വരുന്നത് ഏഷ്യയിലെ ചുവന്ന ചെകുത്താന്മാരെന്ന് പറയുന്ന സൗത്ത് കൊറിയയാണ്.
അവർക്ക് റെഡ് ഡെവിൾസ് എന്നുള്ള പേര് വരാൻ കാരണം അവരുടെ ജേഴ്സിയിൽ ആ ഒരു റെഡ് കളർ കൊണ്ട് തന്നെയാണ്. അവരുടെ സപ്പോർട്ടേഴ്സിൻ്റെ പേരും റെഡ് ഡെവിൾസ് എന്ന് തന്നെയാണ്. കഴിഞ്ഞ 10 വേൾഡ് കപ്പായിട്ട് കോൺസിക്യൂട്ടീവായിട്ട് അപ്പിയറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ് സൗത്ത് കൊറിയ. ടോട്ടലായിട്ട് അവർ 11 വേൾഡ് കപ്പ് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. അത് ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതുവരെ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ കളിച്ചിട്ടുള്ള ഏക ഏഷ്യൻ ടീം എന്ന് പറയുന്നത് സൗത്ത് കൊറിയയാണ്. 2002 വേൾഡ് കപ്പിൽ അവർ ജപ്പാൻ്റെ ഒപ്പം ഹോസ്റ്റ് ചെയ്ത ആ ഒരു വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ എത്തിയിരുന്നു. അന്ന് ബെല്ലാക്കിൻ്റെ ആ ഒരു ഗോളിൽ ജർമ്മനിയോട് തോറ്റ് പുറത്താവുന്നതാണ് കണ്ടത്. ഇതുവരെ അവർ 2 ഏഷ്യൻ കപ്പുകൾ നേടിയിട്ടുണ്ട്. 1956-ലും 1960-ലുമാണ് ആ ഒരു ഏഷ്യൻ കപ്പ് നേടുന്നത്. ഇവരുടെ ഒരു കോമ്പറ്റീറ്റീവ് റൈവൽസ് എന്ന് പറയുന്നത് ജപ്പാനാണ്. കാരണം ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീം എന്നുള്ള തർക്കത്തിൽ അവരെപ്പോഴും കോമ്പറ്റ് ചെയ്തിരിക്കുന്നത് ജപ്പാനായിട്ടാണ്. ഇപ്പോൾ വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് സൗത്ത് കൊറിയ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഏഷ്യൻ കപ്പൊക്കെ നേടിയിട്ടുള്ള ടീം ജപ്പാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റ് ഇവർക്ക് ഡെയിൽ എപ്പോഴും വരാറുണ്ട് ഫുട്ബോളിങ് കോമ്പറ്റീറ്റീവ് വൈസ്. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ അവരുടെ റൈവൽസ് എന്ന് പറയുന്നത് നോർത്ത് കൊറിയയാണ്. പക്ഷെ ആ ഒരു മത്സരം എപ്പോഴും നടക്കാറില്ല. പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് റീസൺസ് കൊണ്ട് എപ്പോഴും നടക്കാത്തൊരു മത്സരം കൂടിയാണ് സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിൽ. 8ാം സ്ഥാനത്തുള്ളത് ജർമ്മനി തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ടീമായിട്ടുള്ള കൈസർസ്ലോട്ടൺ ആണ്. ജർമ്മനിയിലെ സൗത്ത് വെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നൊരു ടീമാണ് കൈസർസ്ലോട്ടൺ. 4 ബുണ്ടസ്ലീഗ ടൈറ്റിൽസും 2 DFB പൊക്കലൊക്കെ നേടിയിട്ടുള്ള ഒരു ടീമാണ്. അതുപോലെ തന്നെ ഓൾ ടൈം ബുണ്ടസ്ലീഗ ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 11ാം സ്ഥാനത്താണ് ഇവരുള്ളത്. അതുപോലെ തന്നെ 1998 ജർമ്മനിയിൽ ആദ്യമായിട്ട് പ്രൊമോഷൻ നേടി വന്നൊരു ടീം ബുണ്ടസ്ലീഗ ടൈറ്റിൽ നേടുന്ന ഒരു ചരിത്രം കൂടി ഇവരുടെ പേരിലുണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്ത സീസണിൽ അവർ യൂറോപ്പിലെ ബെസ്റ്റ് റൺ പുറത്തെടുത്തിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ അവർ എത്തി. പക്ഷേ അവരുടെ ചിരവേരികളായിട്ടുള്ള ബയൺ മ്യൂണിക്കിനോട് തോറ്റ് പുറത്താവുന്നതാണ് കണ്ടത്. പിന്നീട് അവരുടെ ഒരു ഡൗൺഫോൾ പീരീഡ് ആയിരുന്നു. 2018 അവർ ആദ്യമായിട്ട് 3ാം ഡിവിഷനിലേക്ക് റെലഗേറ്റ് ആയി പോയിരുന്നു. ഇപ്പോൾ നിലവിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് 2nd ബുണ്ടസ്ലീഗയിലാണ്. ജർമ്മനിക്ക് വേണ്ടി വേൾഡ് കപ്പൊക്കെ നേടി കൊടുത്തിട്ടുള്ള ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സുകളായിട്ടുള്ള ഫ്രിറ്റ്സ് വാൾട്ടറൊക്കെ തൻ്റെ കരിയർ മൊത്തം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടീമും കൂടിയാണ് കൈസർസ്ലോട്ടൺ. കൈസർസ്ലോട്ടൻ്റെ സ്റ്റേഡിയവും ഫ്രിറ്റ്സ് വാൾട്ടറിൻ്റെ പേരിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ പല ടീമുകൾക്കും പേടി സ്വപ്നമാണ്. ജർമ്മനിയിൽ റെഡ് ഹെല്ല് എന്നൊക്കെ വിളിപ്പേരുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ്. കാരണം കൈസർസ്ലോട്ടറിൻ്റെ ഫാൻസ് തന്നെയാണ് വെസ്റ്റ് കർവിൽ സ്ഥിതി ചെയ്യുന്ന ഫാൻസ് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഫിയസ്റ്റസ്റ്റ് ഫാൻസ് ആണ്. ഒരു തവണ ബയൺ മ്യൂണിക്ക് ആ ഒരു സ്റ്റേഡിയത്തിൽ പോയിട്ട് 58ാമത്തെ മിനിറ്റ് ആയപ്പോൾ 4-1 ലീഡ് എടുത്തിരുന്നു. പക്ഷേ കൈസർസ്ലോട്ടൺ അവരുടെ ആ ഒരു സപ്പോർട്ടേഴ്സിന്റെ പവർ കൊണ്ട് 7-4 കംബാക്ക് ആവുന്നതാണ് കണ്ടത്. അപ്പോൾ അത്രയും വലിയ ചരിത്രം ഉറങ്ങുന്ന സ്റ്റേഡിയവും വൺ ഓഫ് ദ ഫിയസ്റ്റസ്റ്റ് ഫാൻസ് ഒക്കെ ഉള്ള ഒരു ടീമാണ് കൈസർസ്ലോട്ടൺ. ഇതുപോലത്തെ മുമ്പുള്ള പല എൻകൗണ്ടേഴ്സ് കൊണ്ട് തന്നെ ബയൺ മ്യൂണിക്ക് അവരുടെ ഫിയസ്റ്റസ്റ്റ് റൈവൽസിലുള്ള ടീമാണ്. അതുപോലെ തന്നെ വൈൽഡ് ഓഫ് മാൻഹാമായിട്ട് അവർക്കൊരു റൈവൽറി ഉണ്ട്. 7ാം സ്ഥാനത്ത് വരുന്നത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു പേരാണ് ജിബ്രാൾട്ടർ സൈഡായിട്ടുള്ള മാഞ്ചസ്റ്റർ 62. 1962 ഈ ഒരു ടീം രൂപപ്പെടുന്നത്. ജിബ്രാൾട്ടറിലുള്ള ഒരുപാട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ടേഴ്സ് എല്ലാം കൂടി ചേർന്നാണ് ഈ ഒരു ടീം തുടങ്ങുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലെജൻഡറി മാനേജറായിട്ടുള്ള മാറ്റ് ബസ്ബിയുടെ പെർമിഷനൊക്കെ മേടിച്ചുകൊണ്ടാണ് ഈ ഒരു ടീമിനും മാഞ്ചസ്റ്റർ എന്നുള്ള പേര് അവർ ചേർക്കപ്പെട്ടത്. ഇപ്പോൾ ജിബ്രാൾട്ടർ ലീഗിൽ ഒരുപാട് ചരിത്രം കുറിച്ചിട്ടുള്ള ടീമാണ്. 7 തവണ ജിബ്രാൾട്ടർ ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിബ്രാൾട്ടറിൻ്റെ ഡൊമസ്റ്റിക് കപ്പ് 3 തവണ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ കളിക്കുന്ന ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റണ്ണിങ് അമേസിങ് വ്യൂ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള റോക്ക് ഓഫ് ജിബ്രാൾട്ടറിനൊക്കെ തൊട്ടടുത്ത് വരുന്ന ഒരു ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ ജിബ്രാൾട്ടറിൻ്റെ എയർപോർട്ടിൻ്റെ റൺവേ ഒക്കെ ഈ ഒരു ഗ്രൗണ്ടിനോട് ചേർന്നാണ് പോകുന്നത്. അപ്പോൾ വളരെ സ്റ്റണ്ണിങ് വ്യൂ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടും കൂടിയാണ്. ജിബ്രാൾട്ടർ നാഷണൽ ടീം യൂസ് ചെയ്യുന്നതും ഈ ഒരു ഗ്രൗണ്ടാണ്. 6ാം സ്ഥാനത്ത് വരുന്ന ഇസ്രായേലി ലീഗ് കളിക്കുന്ന ഹപ്പോയിൽ ടെല്ലവീവാണ്. ഇസ്രായേലിലെ ടെല്ലവീവ് എന്ന ഫേമസ് സിറ്റി ബേസ് ചെയ്ത് വരുന്ന ക്ലബ്ബാണ്. ഇസ്രായേലിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബ് അല്ലെങ്കിലും 13 ഇസ്രായേലും പ്രീമിയർ ലീഗും 16 ഇസ്രായേൽ ഡൊമസ്റ്റിക് കപ്പുകളും നേടിയിട്ടുള്ള ഒരു ടീമാണ്. പക്ഷേ യൂറോപ്പിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് പ്രകടനം നടത്തിയിട്ടുള്ള ടീം ഹപ്പോയിൽ ടെല്ലവീവാണ്. കാരണം അവർ പല ബിഗ് ടീമുകളെയും യൂറോപ്യൻ ഫേസിൽ തോൽപ്പിച്ചിട്ടുണ്ട്. AC മിലാൻ, ചെൽസി, ഹാംബർഗ്, PSG, ബെൻഫിക, റേഞ്ചേഴ്സ്, സെൽട്ടിക്. ഇതിൽ PSG ഒഴികെയുള്ള ബാക്കി എല്ലാ ടീമുകളും സ്ട്രഗിൾ ചെയ്തത് ടെല്ലവീവിലെ ബ്ലൂംഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്റ്റേഡിയമായിട്ടുള്ള ബ്ലൂംഫീൽഡിൽ ഹപ്പോയിൽ ടെല്ലവീവ് ഫാൻസിന്റെ മുമ്പിലാണ് ഇവരെല്ലാവരും മുട്ടുമടക്കിയത്. ഇവരുടെ സിറ്റി റൈവൽസ് എന്ന് പറയുന്നത് മക്കാബി ടെല്ലവീവാണ്. അവരായിട്ടാണ് ടെല്ലവീവ് ഡെർബി ഇവർ കളിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കൊരു പൊളിറ്റിക്കൽ റൈവലറി ഉണ്ട്. ബെയ്റ്റർ ജെറുസലേം എന്ന് പറയുന്ന പക്ക ജൂയിഷ് ക്ലബ്ബുമായിട്ടാണ് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ റൈവലറി ഉള്ളത്. 5ാം സ്ഥാനത്ത് വരുന്നത് കൊളംബിയൻ സൈഡായിട്ടുള്ള അമേരിക്ക തക്കാലിയാണ്. കൊളംബിയൻ ക്യാപിറ്റലായിട്ടുള്ള ബൊഗോത്തയുടെ സൗത്ത് വെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റിയായ കാലി ബേസ്ഡ് ആയിട്ടുള്ള ടീമാണ്. 1918 ഈ ഒരു ടീം രൂപപ്പെടുന്നത്. ഇപ്പോൾ ഇവർക്ക് റെഡ് ഡെവിൾസ് എന്നുള്ളൊരു പേര് വരാൻ കാരണം അവരുടെ സെക്രട്ടറി ആയിട്ടുള്ള എർണാണ്ടോ ലെനിസ് ഒരു ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ കളിയാണെങ്കിലും ആ ടീമിൻ്റെ കളി കണ്ട് ഇംപ്രസ്സായി അവരുടെ നിക് നെയിമായിട്ടുള്ള റെഡ് ഡെവിൾസ് ഈ ഒരു ടീമിൻ്റെ നിക് നെയിമായിട്ടും യൂസ് ചെയ്യുകയായിരുന്നു. 1930 അമേരിക്ക തക്കാലിയുടെ പ്ലേയേഴ്സിൻ്റെ കളി കണ്ടിട്ട് പല സ്പോർട്സ് ജേർണലിസ്റ്റുകളും ചുവന്ന ചെറുത്തന്മാർ പിച്ചിൽ ഓടുന്നത് പോലെയാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അവരുടെ ലോഗോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡെവിലിനെ നമുക്ക് കാണാൻ കഴിയും.
1940 ഇത് ആദ്യമായിട്ട് അവരുടെ ലോഗോയിൽ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ മാസ്കോട്ടും ഒരു റെഡ് ഡെവിലാണ്. ഇവർ കൊളംബിയൻ ലീഗായിട്ടുള്ള പ്രീമിയറ എ 15 തവണ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന കോപ്പ ലിബർട്ടഡോറസിന്റെ ഫൈനലിൽ 4 തവണ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തവണ പോലും അവർക്ക് നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ 4 ഫൈനലിൽ കളിച്ചതിൽ 3 എണ്ണവും അടുപ്പിച്ചുള്ള സീസണുകളാണ് ഇവർ കളിച്ചതെന്നുള്ള രസകരമായ സംഭവം കൂടിയുണ്ട്. എന്നാൽ പോലും അത്ലറ്റിക്കോ നാഷണൽ കഴിഞ്ഞാൽ കോപ്പ ലിബർട്ടഡോറസിൽ ഏറ്റവും ബെസ്റ്റ് പ്രകടനം നടത്തിയിട്ടുള്ള കൊളംബിയൻ സൈഡും അമേരിക്കത്തെ കാര്യമാണ്. 2011 ഇവർ ആദ്യമായിട്ട് കൊളംബിയൻ സെക്കൻഡ് ഡിവിഷനായ പ്രീമിയറ ബിയിലേക്ക് റിലേഗേറ്റ് ആയിരുന്നു. പിന്നെ 5 സീസൺ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് 2016 അവർ തിരിച്ചു വന്നത്. അവർക്ക് ഇഷ്ടംപോലെ റൈവൽറീസ് ഉണ്ട്. അവരുടെ ക്രോസ് ടൗൺ റൈവൽസ് ഡിപ്പോർട്ടിയോ കാലിയാണ് അവരുടെ പ്രധാന റൈവൽസ്. അതുപോലെ തന്നെ മറ്റു കൊളംബിയൻ ജയൻസ് ആയിട്ടുള്ള മില്യണറീസും അതുപോലെ തന്നെ കൊളംബിയയിലെ ബെസ്റ്റ് ടീമായിട്ടുള്ള അത്ലറ്റിക്കോ നാഷണലായിട്ടും അവർക്ക് റൈവൽറി ഉണ്ട്. 4ാം സ്ഥാനത്ത് വരുന്നത് മെക്സിക്കോയിലെ വൺ ഓഫ് ദ ക്ലാസിക് ക്ലബ്ബായിട്ടുള്ള ഡിപ്പോർട്ടിയോ ടൊളൂക്കയാണ്. മെക്സിക്കോയിലെ ഫേമസ് ആയിട്ടുള്ള ടുളൂക്ക ലേക്കൊക്കെ ഈ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന സിറ്റി ആയിട്ടുള്ള ടുളൂക്ക ബേസ് ചെയ്ത് വരുന്നതാണ്. 1917 രൂപപ്പെട്ട ഒരു ടീം മെക്സിക്കൻ ലീഗായിട്ടുള്ള ലിഗ MX 10 തവണയും മെക്സിക്കൻ ഡൊമസ്റ്റിക് കപ്പ് 2 തവണയും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന കോൺകക്കാഫ് 2 തവണയും നേടിയിട്ടുണ്ട്. 2000 തൊട്ട് 2010 വരെയുള്ള ആ ഒരു ഡെക്കേഡിൽ IFFHSന്റെ സ്റ്റാറ്റ്സ് പ്രകാരം നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ഡിപ്പോർട്ടിയോ ടൊളൂക്കനെ. ഇവരുടെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരത്തിൽ ഒരു ക്യാരക്ടർ റെഡ് ഡെവിലിന്റെ മാസ്കോട്ട് ധരിച്ചു വരികയും അങ്ങനെ ഫാൻസ് അത് കണ്ട് ഇംപ്രസ് ആയിട്ട് ടീമിന്റെ ഒഫീഷ്യൽ മാസ്കോട്ടായിട്ട് അത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ടീമിന്റെ നിക് നെയിമും റെഡ് ഡെവിലായി മാറുന്നതാണ് കണ്ടത്. 3ാം സ്ഥാനത്ത് വരുന്നത് 1907 രൂപപ്പെട്ട ഈജിപ്ഷ്യൻ സൈഡായിട്ടുള്ള അൽ അഹ്ലി FC ആണ്. ആഫ്രിക്കയിലെ ചുവന്ന ചെകുത്താന്മാരെന്ന് വിളിപ്പേരുള്ള ടീം ഈജിപ്ഷ്യൻ ക്യാപിറ്റലായിട്ടുള്ള കൈറോയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ കൈറോയെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു ടീമായ സമലക്കാണ് ഇവരുടെ ഫിയർസസ്റ്റ് റൈവൽ എന്ന് പറയുന്നത്. ഈ 2 കൈറോ ബേസ്ഡ് ആയിട്ടുള്ള സമലക്കും അൽ അഹ്ലിയുമാണ് ഈജിപ്തിലെയും അതുപോലെ തന്നെ വോൾ ആഫ്രിക്കയിലെയും ഏറ്റവും 2 മികച്ച ടീമുകൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 44 ഈജിപ്ഷ്യൻ പ്രീമിയർ ലീഗുകളാണ് അൽ അഹ്ലി സ്വന്തമാക്കിയിട്ടുള്ളത്. അതും 2ാം സ്ഥാനത്തുള്ള സമലക്കിനെക്കാട്ടും 3 ഇരട്ടിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 39 ഈജിപ്ഷ്യൻ ഡൊമസ്റ്റിക് ട്രോഫികളും നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതും 2ാം സ്ഥാനത്തുള്ള സമലക്കിനെക്കാട്ടും 11 എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ മേഖലയിലും റൈവൽസ് ആയിട്ടുള്ള സമലക്കിനെ തോൽപ്പിച്ചുള്ള ഒരു ടീം ആഫ്രിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് ആയിട്ട് കാഫ് ചാമ്പ്യൻസ് ലീഗും 11 തവണ നേരിട്ടുണ്ട്. ഇതും 2ാം സ്ഥാനത്തുള്ള സമലക്കിനെക്കാട്ടും ഇരട്ടിയാണ് എന്നുള്ളതാണ്. ഇവരുടെ അൾട്രാസ് ഗ്രൂപ്പിന്റെ പേരും അൾട്രാസ് ഡെവിൾസ് എന്നാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ 20ാം നൂറ്റാണ്ടിലെ ആഫ്രിക്കയിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് എന്നുള്ളൊരു പദവി സ്വന്തമായിട്ടുള്ള ടീം കൂടിയാണ് അൽ അഹ്ലി. ഇത്രയും നേട്ടങ്ങളൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഇതുവരെയായിട്ടും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഫിഫ ക്ലബ്ബ് വേൾഡിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് നേട്ടം എന്ന് പറയുന്നത് 4 ബ്രോൺസ് മെഡലാണ്. 2ാം സ്ഥാനത്തുള്ളത് അർജന്റീനയുടെ ചുവന്ന ചെകുത്താന്മാരെന്ന് വിളിപ്പേരുള്ള ക്ലബ് അത്ലറ്റിക്കോ ഇൻഡിപെൻഡന്റെയാണ്. അർജന്റീനയും ക്യാപിറ്റലായിട്ട് ബൂണോ ഐറസിലെ ഒരു സിറ്റി ആയിട്ടുള്ള അവയനേഡയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. 1905 രൂപപ്പെട്ട ഒരു ടീം 16 അർജന്റീനിയൻ ലീഗ് കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അർജന്റീനിയൻ ലീഗിൽ ബൊക്കയുടെയും റിവർ പ്ലേറ്റിന്റെ ആ ഒരു ലെവൽ ഇല്ലെങ്കിൽ പോലും നിലവിൽ ഇപ്പോഴും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്ന് വിളിപ്പേരുള്ള കോപ്പ ലിബർട്ടഡോറസ് ഏറ്റവും കൂടുതൽ സ്വന്തമാക്കിയിട്ടുള്ള ടീം ക്ലബ് അത്ലറ്റിക്കോ ഇൻഡിപെൻഡന്റാണ്. 7 തവണയാണ് അവർ ആ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. 2ാം സ്ഥാനത്തുള്ള മറ്റൊരു അർജന്റീനിയൻ ക്ലബ്ബായിട്ടുള്ള ബൊക്ക ജൂനിയേഴ്സ് ആണ്. അവർ 6 കോപ്പ ലിബർട്ടഡോറസ് ആണ് അവരുടെ പേരിലുള്ളത്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ അവർക്ക് മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്, റേ ദ കോപ്പാസ്, അതായത് കിങ്സ് ഓഫ് കപ്പ് എന്നാണ് അവരെ മറ്റൊരു നിക് നെയിമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അവർ ഈ നേട്ടങ്ങളൊക്കെ വന്നതെന്ന് പറയുന്നത് 60, 70, 80 കാലഘട്ടത്തിലാണ്. അതാണ് അവരുടെ ആ ഒരു പീക്ക് പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സെഞ്ചുറിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല 1911 ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ നേടി വന്നൊരു ടീം 2014 അവർ റെലഗേറ്റ് ആയി പോകുന്നതാണ്. അതായത് ഇത്രയും കാലം അവർ ഫസ്റ്റ് ഡിവിഷനിൽ കളിച്ചു എന്നുള്ളൊരു ക്രേസി ആയിട്ടുള്ള സ്റ്റാറ്റും കൂടി ഉണ്ട് എന്നുള്ളതാണ്. 2014 അവർ റെലഗേറ്റ് ആയി പോയെങ്കിലും തൊട്ടടുത്ത സീസൺ തന്നെ അവർ ഫസ്റ്റ് ഡിവിഷനിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു സെഞ്ചുറിയിൽ വലിയ കിരീടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നോർത്ത് അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും അതായത് വോൾ അമേരിക്ക എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള 2 ക്ലബ്ബുകളിൽ ഒരു ടീമാണ് ക്ലബ് അത്ലറ്റിക്കോ ഇൻഡിപെൻഡന്റ്. മറ്റൊരു മോസ്റ്റ് സക്സസ്ഫുൾ ടീം എന്ന് പറയുന്നത് ബൊക്ക ജൂനിയേഴ്സ് ആണ്. ഇവരുടെ തന്നെ ക്രോസ് ഡൗൺ റൈവൽസ് ആയിട്ടുള്ള അവയനഡ ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ടീമാണ് റേസിംഗ് ക്ലബ്ബ്. ഡേഗോ ഫോർലാനും സെർജിയോ അഗ്യൂറോയൊക്കെ കളിച്ചിട്ടുള്ള ഒരു ടീം കൂടിയാണ് ഇൻഡിപെൻഡന്റ്. ഇതിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിയേഗോ ഫോർലാനെ ഡയറക്റ്റ് ആയിട്ട് മേടിച്ചതും ഈ ഒരു ടീമിൽ നിന്നാണ്. അതായത് ഒരു ചുവന്ന ചെകുത്താനിൽ നിന്നും ഈ പറഞ്ഞ ലിസ്റ്റുകളിലെല്ലാം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ചുവന്ന ചെകുത്താന്മാരിലെ കോട്ടയിലേക്ക് ഒരു ട്രാൻസ്ഫർ. 1ാം സ്ഥാനത്ത് അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. യഥാർത്ഥ ചെകുത്താന്മാർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ലീഗ് കിരീടങ്ങൾ സ്വന്തമായിട്ടുള്ള ടീമും കൂടിയാണ്. 20 തവണയാണ് അവർ ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുള്ളത്. അതുതന്നെ 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയിട്ടുള്ള ഇംഗ്ലീഷ് ടീമും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്.
അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടവും ആദ്യമായിട്ട് ട്രിബിളും സ്വന്തമായിട്ടുള്ള ഇംഗ്ലീഷ് ടീമും മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ്. അതുപോലെ തന്നെ രണ്ടാമത് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേരിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ക്ലബ്ബും മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ്. ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് നേടിയ ബ്രിട്ടീഷ് ക്ലബ്ബ് സെൽറ്റിക്കാണ്. അതുമാത്രമല്ല യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേരിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്ലബ്ബും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. 5 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ അവർ കളിച്ചിട്ടുണ്ട്. അതിൽ 3 കിരീടങ്ങളും അവർ സ്വന്തമായിട്ടുണ്ട്. അതുമാത്രമല്ല യൂറോപ്പ ലീഗും കപ്പ് വിന്നേഴ്സ് കപ്പും നേടിയിട്ടുള്ള ടീം കൂടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യുഎഫയുടെ കീഴിൽ വരുന്ന 3 പ്രൊമിനന്റ് ട്രോഫീസ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗും കപ്പ് വിന്നേഴ്സ് കപ്പും നേടിയിട്ടുള്ള 5 ടീമുകളിൽ ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതുമാത്രമല്ല റിയൽ മാഡ്രിഡും ബാഴ്സലോണയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ടീമും കൂടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇംഗ്ലണ്ടിന്റെ ഓൾ ടൈം ടേബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനത്തുള്ള ടീമും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഇത് കൂടാണ്ട് 13 ഡൊമസ്റ്റിക് FA കപ്പ് കിരീടങ്ങളും അവരുടെ പേരിലുണ്ട്. അത് മാത്രമല്ല അവർ കളിക്കുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ്. തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന വിളിപ്പേരുള്ള അവരുടെ സ്റ്റേഡിയമായിട്ടുള്ള ഓൾഡ് ട്രാഫോർഡ് യൂറോപ്പിലെ തന്നെ ക്ലബ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ ഏറ്റവും കപ്പാസിറ്റിയുള്ള 8ാമത്തെ സ്റ്റേഡിയവും യൂറോപ്പിലെ ഏറ്റവും കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയങ്ങളിൽ 9ാമത്തെ സ്റ്റേഡിയവും കൂടിയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും വലിയ ചിരവൈരികൾ എന്ന് പറയുന്നത് ലിവർപൂളാണ്. ലിവർപൂൾ കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ റൈവൽറി കീപ്പ് ചെയ്യുന്നത് ലീഡ്സ് യുണൈറ്റഡുമായിട്ടാണ്. അത് കഴിഞ്ഞുള്ള അവരുടെ റൈവൽസ് എന്ന് പറയുന്നത് അവരുടെ നോയ്സി നെയ്ബേഴ്സ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇത് കൂടാണ്ട് കോമ്പറ്റീറ്റീവ് വൈസ് അവർ ആഴ്സണലായിട്ടും ന്യൂകാസിൽ യുണൈറ്റഡായിട്ടും പല കാലഘട്ടത്തിൽ റൈവൽറി കീപ്പ് ചെയ്തിരുന്നു. പക്ഷെ അത് കോമ്പറ്റീറ്റീവ് റൈവൽറീസ് ആണ്. ഓരോ കാലഘട്ടത്തിൽ വരുന്ന റൈവൽറീസ് ആണ്. അത് എന്നും നിലനിൽക്കുന്ന റൈവൽറി അല്ല. അത് മാത്രമല്ല ലിവർപൂളും ലീഡ്സും മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഫുട്ബോളിൽ മാത്രമല്ല ഫുട്ബോളിന് പുറമേയും അവർക്ക് റൈവൽറീസ് ഉണ്ട്. ആഴ്സണലും ന്യൂകാസിൽ യുണൈറ്റഡ് ഫുട്ബോളിംഗ് റൈവൽറീസ് മാത്രമാണ് അവർ കീപ്പ് ചെയ്യുന്നുള്ളൂ. അതും പല കാലഘട്ടത്തിൽ മാത്രം. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ഇന്റർനാഷണൽ റൈവൽ എന്ന് പറയുന്നത് ബാർസലോണയാണ്. അത് നമുക്കറിയാം ഒരു 3 ചാമ്പ്യൻസ് ലീഗ് സീസണിൽ നിന്നുണ്ടായ ഒരു റൈവൽറിയാണ്. ഒരു തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാർസലോണയെ സെമി ഫൈനലിൽ നോക്കൗട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. 2 തവണ ബാർസലോണ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഫൈനൽ തോൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ പല ഫേഴ്സിസ്റ്റ് ആയിട്ടുള്ള മത്സരങ്ങളും ഇൻസിഡൻസും കൊണ്ട് തന്നെ യുവന്റസുമായിട്ടും അവർക്ക് ഒരു റൈവൽറി ഉണ്ട്. അതുപോലെ തന്നെ റിയൽ മാഡ്രിഡായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ടീം കൂടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് നമുക്ക് ഈ 2 ടീമുകൾ തമ്മിലുള്ള ട്രാൻസ്ഫറിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി വെച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗ്രേറ്റ് മാനേജറായിട്ടുള്ള മാൻ ബെസ്പിയും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിന്റെ ലെജൻഡ് ആയിട്ടുള്ള ബെർണാബുവും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ്. റിയൽ മാഡ്രിഡ് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന മറ്റ് ടീമുകളാണ് AC മിലാൻ, സെൽറ്റിക്, സാൽഫോർഡ്, എവർട്ടൺ. സാൽഫോർഡ് അവരുടെ മാഞ്ചസ്റ്ററിൽ തന്നെ വരുന്ന മറ്റൊരു ക്ലബ്ബാണ്. അതുപോലെ തന്നെ എവർട്ടണായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പക്ക ലിവർപൂൾ ഹേറ്റിന്റെ പുറത്ത് വന്നിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ഫേമസ് റെഡ് ഡെവിൾസ് എന്നുള്ളൊരു പേര് വരാൻ കാരണം മാഞ്ചസ്റ്ററിൽ തന്നെയുള്ള സാൽഫോർഡ് ടൗണിലെ ഒരു റഗ്ബി ടീമിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ്. അപ്പോൾ അതാണ് ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള നിക് നെയിം ആയിട്ടുള്ള റെഡ് ഡെവിൾസ് എന്ന് വിളിപ്പേരുള്ള 15 ടീമുകൾ. അപ്പോൾ ഇനിയും ഒരുപാട് ടീമുകളൊക്കെ ഉണ്ട്. ആകെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഈ ടീമുകളുടെ മാത്രമാണ്. അപ്പോൾ ഇതുപോലത്തെ കോമൺ ആയിട്ടുള്ള നിക് നെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ.